ഹലോ ഗൈസ്, ഈ അടുത്ത് വൈറലായിട്ടുള്ളൊരു ചീസ് കേക്ക് ഇല്ലേ, സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. അതാണ് കേട്ടോ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കിയാലോ. അതിനാദ്യം ഞാനിവിടെ 500 ml പാല് നന്നായിട്ട് തിളപ്പിച്ച് അത് തിളയ്ക്കുമ്പം അതിലേക്ക് വിനാഗിരി ഒഴിച്ചിട്ട് അതൊന്ന് ബട്ടർ മിൽക്ക് ആക്കിയെടുത്തതിന് ശേഷം ഒരു തുണി വെച്ച് അതിൻ്റെ വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് വെക്കുക. എന്നിട്ട് സ്ട്രെയിൻ ചെയ്ത് വെച്ച് ആ ചീസ് എടുത്ത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 1/4 കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരിച്ചെടുക്കാം. എന്നിട്ട് ഈ പൊടിച്ച് വെച്ച പഞ്ചസാരയിലേക്ക് ഈ മിക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി വെക്കുക. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു കോഴിമുട്ടയാണ്. നമുക്കൊരു കോഴിമുട്ട മതി. ഒരു കോഴിമുട്ടയും അതുപോലെ തന്നെ കുറച്ച് വാനില എസൻസും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ആണ് വേണ്ടത്. പക്ഷേ ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതായാലും കുഴപ്പമില്ല. അതിന് 1 ടേബിൾ സ്പൂൺ മൈദയും 1/2 ടീസ്പൂൺ മൈദയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒന്നും കൂടി ഒഴിക്കണം. അതിലേക്ക് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മളിപ്പം ഉണ്ടാക്കാൻ വെക്കുന്ന ആ ടിന്നില്ല, ആ ടിന്നിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പാത്രം നേരത്തെ ചൂടാക്കി വെക്കുക. ഒരു 5 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുത്തതിന് ശേഷം 25 മിനിറ്റ് അല്ലെങ്കിൽ 20-25 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുക കേട്ടോ. അതിനുശേഷം എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ്, ഏത് ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ ന്യൂട്രലയാണ് എടുത്തിരിക്കുന്നത്. മസ്റ്റ് ട്രൈ ഫ്രണ്ട്സ്, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സാധനം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.